എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ദ ഓൾ ന്യൂ റോയൽ എൻഫീൽഡ് സ്ക്രാം 440. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്ക്രാം 440യുടെ ഇവൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ദിവസം റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അന്ന് ആ ഒരു 1 വീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് തന്നെ നമ്മൾ വണ്ടി അങ്ങോട്ട് പൊക്കി. ഇനി നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല, നേരെ റിവ്യൂയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഓൾ ന്യൂ സ്ക്രാം 440. അപ്പോൾ ഇന്നാണ് നമുക്ക് വണ്ടി അവൈലബിളായി റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയത്. എങ്ങനെയുണ്ട് സാധനം? നമ്മൾ അന്ന് ലോഞ്ചിന് വണ്ടി കണ്ടായിരുന്നു. ആ ഒരു സെയിം കളർ മോഡൽ തന്നെയാണിത്. സീറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര കംഫോർട്ടല്ല, സ്റ്റിഫാണ്. ടാങ്ക് കാര്യങ്ങളൊക്കെ ഹിമാലയനിൽ വന്ന സെയിം അതേ മോഡൽ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഡിസൈൻ ചേഞ്ച് എലമെൻറ്റിൽ ഈ ഒരു പാർട്ടാണ് വ്യത്യാസമുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റിലും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ ഒരു ലോഗോ വന്നിട്ടുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കാം. ഇതിനകത്ത് ഫ്യൂൽ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ടൈം, ട്രിപ്പ്, ഗിയർ പൊസിഷനിങ്, ഇതെല്ലാം LED ലൈറ്റ് തീമിലാണ്. ഇപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. ഏകദേശം അത്യാവശ്യം നല്ല ബ്രൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്വിച്ചസും അതുപോലെ തന്നെ പഴയ ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെയാണ്. പഴയ സെയിം ബാർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എൻജിൻ സൈഡ് നോക്കുവാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. ഡിസൈൻ അതുപോലെ അവിടെ ഒരു ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ക്രാം 440 ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. സീറ്റ്, നമ്മുടെ ടയർ ഒരു രക്ഷയില്ല. ഏത് കണ്ടീഷനിലും ഇവനെ കൊണ്ട് പൊളിക്കാം. പിന്നെ LED നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സും ഇതൊക്കെ പഴയ മോഡൽ തന്നെ സെയിം തന്നെയാണ്. പിന്നെ എക്സോസ്റ്റ് പഴയ മോഡൽ തന്നെയാണ്, വലിയ വ്യത്യാസ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ നമുക്കിനി ഇവൻ്റെ എക്സോസ്റ്റ് നോട്ട് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു ഇരമ്പലോട് കൂടിയാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഓൺ ആവണത്. ഓക്കെ, വണ്ടി ന്യൂട്രലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇഗ്നിഷൻ ഓൺ സ്വിച്ച് വണ്ടി ഓൺ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശബ്ദം? സൗണ്ട് അടിപൊളിയല്ലേ, ഒന്നും പറയാനില്ല. അക്രമം തന്നെ. ഒരുപാട് സൗണ്ട് കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ ചുറ്റും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വെച്ച് നിർത്തുവാണ്. ഇനി നമുക്ക് വണ്ടിയുടെ മെയിൻ ഡീറ്റെയിൽസിലേക്ക് പോവാം. എൻജിൻ സൈഡ് നോക്കുവാണെങ്കിൽ 443cc എൻജിനാണ്. അതുപോലെ 6 സ്പീഡ് ഗിയർ ബോക്സാണ്. ഏകദേശം 34 Nm ടോർക്ക് ഉണ്ട്. അതുപോലെ തന്നെ 25.7 bhp പവറുണ്ട് വണ്ടിക്ക്. പിന്നെ നമുക്ക് കളേഴ്സ് പറയുവാണെങ്കിൽ ഫോഴ്സ് ബ്ലൂ, അതുപോലെ തന്നെ ഗ്രേ, TL, അതുപോലെ തന്നെ ട്രെയിൽ ബ്ലൂ, ട്രെയിൽ ഗ്രീൻ. ബാക്ക് സൈഡ് കിടക്കുന്നത് ഡുവൽ പർപ്പസ് 19/17 ടയേഴ്സാണ്. അതുപോലെ തന്നെ മോണോഷോക്ക് സസ്പെൻഷനാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കഴിഞ്ഞ മോഡലിനെ അപേക്ഷിച്ച് കുറച്ച്
കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഏകദേശം 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷൻ ഉണ്ട്. നാവിഗേഷൻ റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോഴത്തെ എല്ലാ ലേറ്റസ്റ്റ് മോഡൽസിലും നാവിഗേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 15 ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്കാണ്. മൈലേജ് ഞാൻ ഷോറൂമിൽ അതുപോലെ തന്നെ നമ്മുടെ ലോഞ്ച് ചെയ്ത സമയത്ത് ഏകദേശം 25 തുടങ്ങി 35 ആ ഒരു റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നതെന്നാണ് ആസ് പെർ ഷോറൂമിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിന്ന് വണ്ടി ഓടിച്ച് നോക്കിയതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മുടെ സ്ക്രാം 440 സീറ്റാണ്. ഒട്ടും കംഫർട്ടബിൾ അല്ല. സീറ്റിൻ്റെ സൈഡ് പറയുവാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ടുള്ള സീറ്റാണ്. പില്ലിയനും റൈഡറിനും ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സീറ്റാണ്. പിന്നെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കാം. പിന്നെ അതുപോലെ തന്നെ കോർണറിങ് ചെയ്യുമ്പോഴൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് ഞാൻ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഒരു അടിപൊളി പുതുപുത്തൻ വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.